പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 11-ാം അധ്യായം 5-ാം വാക്യം. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ യഹോവ നീതിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് സാഹസം ചെയ്യുന്നവരെയും അത് ഇഷ്ടപ്പെടുന്നവരെ അവൻ വെറുക്കുകയാ ചെയ്യുന്നത്. അതുകൊണ്ടാ പറയാ, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. ഹല്ലേലൂയ. ഇന്നെന്താണ് ഹല്ലേലൂയ? നീതി ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ജീവിതങ്ങൾ പോലും അത് മറന്നു കളഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുന്നു. അതായത് അവർക്ക് ഹല്ലേലൂയ ഇമ്പം തോന്നുന്ന, ഇഷ്ടം വരുന്ന കാര്യങ്ങൾ ചെയ്യുവാനാണ് കൂടുതലായിട്ട് സമയങ്ങൾ വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ നീതിമാനെയാണ് ശോധന ചെയ്യുന്നത്. കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് കർത്താവിന് ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. ഈ ദിനങ്ങളിൽ നാം കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നവരായി, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. ഹല്ലേലൂയ. നമുക്ക് ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം വെറുക്കുന്നതായിട്ടുള്ളത്. ഹല്ലേലൂയ. അതായത് മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 119-ന്റെ 113-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മനസ്സുള്ളവരെ. ഹല്ലേലൂയ. അവിടെയുമല്ല ഇവിടെയുമല്ല, എങ്കിൽ നോക്കിയാൽ രണ്ട് തലത്തിലുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഒരേ തോണിയിൽ കാൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നേരായിട്ട് ഹല്ലേലൂയ ചെല്ലേണ്ടത് സ്ഥാനത്ത് ചെന്നെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വീണു പോകും പ്രിയ ദൈവമക്കളെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് 119-ാം സങ്കീർത്തനം 128-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്നെണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വ്യാജമായിട്ട് എന്തൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി ഹല്ലേലൂയ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ അപ്പൻ ഇവിടെ പറയുകയാണ്, ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു എന്ന്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, വ്യാജമുള്ള അധരങ്ങൾ വെറുക്കുന്നതായിട്ട് സദൃശവാക്യം 12-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. ഹല്ലേലൂയ. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ പല പ്രയാസത്തിന്, അല്ലെങ്കിൽ ദുഃഖത്തിന്, അല്ലെങ്കിൽ വെറുപ്പിന് കാരണം തന്നെ ഹല്ലേലൂയ വ്യാജമായിട്ടുള്ള പറച്ചിലാണ്. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് അരുതാത്തത് എന്തെങ്കിലും വരുന്നതാണ്. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തത് വരുന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് ഹല്ലേലൂയ വേണ്ടാത്തത് പറയുന്നതാണ്. ഹല്ലേലൂയ. അതെല്ലാം നമ്മുടെ അപ്പന് വെറുപ്പാണ് പ്രിയനെ മക്കളെ. അടുത്തതായിട്ട് നോക്കൂ, സദൃശവാക്യം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവനെ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ 6 കാര്യങ്ങൾ യഹോവ വെറുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാൽ, ഹല്ലേലൂയ, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ഹല്ലേലൂയ, ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ അപ്പൻ വെറുക്കുന്ന കാര്യമാണ്. ഇന്ന് ഇതിനൊക്കെ കൂട്ടുനിൽക്കുവാനാണ് കൂടുതൽ ആൾക്കാരും ഹല്ലേലൂയ ഒരുക്കത്തോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്താണ് ഹല്ലേലൂയ ആര് ഈ കാര്യങ്ങളിൽ ഹല്ലേലൂയ ഇടപെടുന്നോ അവരോട് കൂടെയാണ് കൂടുതൽ ആൾക്കാരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ വെറുക്കുന്ന കാര്യത്തിൽ ഹല്ലേലൂയ
നാം മാറി നിന്നേ മതിയാകുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ, ദൈവ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗിക തലത്തിലും എല്ലാം അനുഭവിപ്പാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് അടുത്തതായിട്ട് ദുഷ്ടനെ നീതീകരിക്കുന്നവർ, അതായത് നീതിമാനെ കുറ്റം വിധിക്കുന്നവരെയൊക്കെ ദൈവം വെറുക്കുന്നതായിട്ട് സദൃശവാക്യം 17:15 പറയുന്നുണ്ട്. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. ഹല്ലേലൂയ. നമ്മൾ ആരും പ്രിയ മക്കളെ ആരെയും നീതീകരിപ്പാൻ ആരുമല്ല. നമ്മുടെ കർത്താവാണ് നീതിമാൻ. കർത്താപ്പച്ചനാണ് നീതീകരിക്കുന്നത്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ നീതീകരിച്ച് നടക്കുന്നതാണ് ഏറ്റവും ഉത്തമ. ഹല്ലേലൂയ. മറ്റുള്ളവരെ നീതീകരിപ്പാൻ നമ്മൾ ആരുമല്ല പ്രിയ മക്കളെ. ഈ ദിനങ്ങളിൽ നാം നമ്മെ തന്നെ ഹല്ലേലൂയ ദൈവസന്നിധി സമർപ്പിച്ച് കർത്താവിന് ഗിതമാവണ്ണം നമ്മൾക്ക് നടക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ. ഹല്ലേലൂയ. ഗർവമുള്ള ഏവന് സദൃശവാക്യം 16:5 പറയുന്നുണ്ട്. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഗർവഭാവങ്ങളൊക്കെ മാറ്റിവെച്ച ഹല്ലേലൂയ സന്തോഷകരമായ സൗമ്യമായ ജീവിതം നയിക്കുന്നവരായി തീരണം. നമ്മുടെ നോട്ടം, നടപ്പ്, ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തി എല്ലാം കർത്താവിന് ഗിതമാവണ്ണമായിരിക്കണം. മറ്റുള്ളവർക്ക് അത് അരോചകമായി തീരാതെ, മറ്റുള്ളവർക്ക് ഹല്ലേലൂയ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരത്തക്കവണ്ണമായി തീരുവാൻ നാം നമ്മുടെ നടപ്പും നമ്മുടെ ഭാഷകളെ, നമ്മുടെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും നാം ക്രമീകരിക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നുണ്ട്, വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. സദൃശവാക്യം 3:32 ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വക്രത ഹല്ലേലൂയ കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം പ്രിയ മക്കളെ. ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ഹല്ലേലൂയ നിയന്ത്രിച്ച് നടന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവസന്നിധി നിൽപ്പാൻ ഇടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ കുറ്റം വിധിക്കുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അവർക്കൊരു ചൂണ്ടുപലകയായി തീരാതെ കർത്താവിന്റെ സന്നിധി ഹല്ലേലൂയ നാം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽക്കുന്നവരായി തീരണം പ്രിയ മക്കളെ. അടുത്തതായിട്ട് കാണുന്നുണ്ട് ഹല്ലേലൂയ സദൃശവാക്യം 20:10 രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ഹല്ലേലൂയ. അതായത് നമുക്ക് സ്വല്പ സ്നേഹം തോന്നുന്നവരോടെ അധികമായിട്ട് സ്നേഹം ഹല്ലേലൂയ നമ്മൾ പുറപ്പെടുവിക്കുകയും അല്പം നമുക്ക് കെറു തോന്നിക്കുന്നവരോടെ ഹല്ലേലൂയ സ്നേഹത്തിന്റെ അളവ് കുറയ്ക്കുക. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ രണ്ടുപേരെ ഹല്ലേലൂയ ഒരുപോലെ സ്നേഹിക്കുന്നവരായി, ഒരുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ സ്ഥാനം കൊടുക്കുവാൻ, അതായത് ഹല്ലേലൂയ നമ്മുടെ ജീവിത രീതി നമ്മളെ കാണുന്നവർക്കല്ല ഒരേ രീതിയിൽ തന്നെ ഹല്ലേലൂയ നമ്മളുടെ ഓരോ കാര്യങ്ങളുടെ മധ്യത്തിലും ഒന്നുപോലെ തന്നെ തോന്നണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ എന്താണ്? രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ഹല്ലേലൂയ. നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് സ്വല്പം കൂടുതലും കൊടുക്കാമെന്നൊന്നും നാം വിചാരിക്കരുത്. ഹല്ലേലൂയ. അതായത് ഇതെല്ലാം ഒരേപോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഒരാളെ കാണുമ്പോൾ അല്പം അത് നമുക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. ഹല്ലേലൂയ. നമ്മുടെ അടുക്കലേക്ക് രണ്ട് സ്നേഹിതന്മാർ ഹല്ലേലൂയ അല്പ സ്നേഹം കൂടിയതും കുറഞ്ഞതും വരുമ്പോൾ നമ്മുടെ ഭാവം എങ്ങനെയാണ് നാം അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. അതൊക്കെ യഹോവയ്ക്ക് വെറുപ്പ്. നമ്മൾ രണ്ടുപേരെയും ഒന്നുപോലെ കാണുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നുണ്ട് പ്രിയ മക്കളെ ഹല്ലേലൂയ യഹോവ വെറുക്കുന്ന ഓരോ കാര്യത്തിലും കർത്താവിന് ഹല്ലേലൂയ ഇഷ്ടം തോന്നുകയില്ല. നാം ഹല്ലേലൂയ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. യഹോവ നീതിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് യഹോവ നീതിമാൻ. ഹല്ലേലൂയ. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. സാഹസം ചെയ്യുന്നവരെയും അത് ഇഷ്ടപ്പെടുന്നവരെ അവൻ വെറുക്കുന്നു. അതുകൊണ്ടാ പറയുന്നത്, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദുഷ്ടത പ്രവർത്തിക്കാതെ നീതി ചെയ്യുന്നവരായി കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ ഒരുക്കിയെടുക്കണമേ, കർത്താവിന് പ്രയോജനപ്പെടുവാൻ. ഹല്ലേലൂയ. അങ്ങേക്ക് വെറുപ്പ് തോന്നുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അനുവദിക്കരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നപ്പാ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ
തീരുവാൻ, അപ്പന്റെ ഹല്ലേലൂയ, അപ്പന്റെ ചുവട് ഹല്ലേലൂയ പിന്തുടരുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആരുടെയും മുന്നിൽ ഹല്ലേലൂയ രണ്ടു തരത്തിലുള്ള ജീവിതം നയിപ്പാൻ അനുവദിക്കല്ലേ. ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച് ഹല്ലേലൂയ മുന്നേറുന്നവരായി തീരുവാൻ, കർത്താവിന് ഗിതമാമണ്ണം ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പ ഓരോരുത്തരെയും ദൈവം ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിൽ അപ്പന് പ്രയോജനപ്പെട്ട് മുന്നേറുവാൻ സഹായിക്കണം. കരങ്ങളിൽ തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.